Hello dears, today I am discussing about the detective dyes used in forensic science. അതായത് നമ്മൾ ഫോറൻസിക് സയൻസിൽ ഒരു സാമ്പിൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ഫോറൻസിക് കെമിസ്ട്രിക്കാരൊക്കെ സാമ്പിൾ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പലതരം ടെക്നിക്സ് യൂസ് ചെയ്യും. അതിനകത്തുള്ള ഒരു ടെക്നിക്കാണ് ഡിറ്റക്റ്റീവ് ഡൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിറ്റക്റ്റീവ് ഡൈസ് എന്താണെന്നും അതിൻ്റെ ആപ്ലിക്കേഷൻ എന്താണെന്നും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഈ സ്ലൈഡ്സിൽ ഞാൻ പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഡിറ്റക്റ്റീവ് ഡൈസിനെ പറ്റി പറയുകയാണെങ്കിൽ these are chemical indicators used to reveal, trace or authenticate materials of forensic interest. It is a chemical ആണ്, അതായത് ഒരു കെമിക്കൽ ഇൻഡിക്കേറ്റർ ആണ്. ഡൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് എ കളേർഡ് കോമ്പൗണ്ട് ആണ്. ഡൈസിൻ്റെ ഇൻട്രാക്ഷനൊക്കെ നിങ്ങൾ പല ചാപ്റ്ററിലായിട്ട് കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഇവിടെ ഡിറ്റക്റ്റീവ് ഡൈസ് എന്ന് പറഞ്ഞാൽ ഇതും നമ്മുടെ ഒരു കെമിക്കൽ ഡൈ തന്നെയാണ്. ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോറൻസിക് സാമ്പിൾസിലെ ട്രേസസ് ആയിട്ടുള്ള എലമെൻസിനെ കണ്ടുപിടിക്കാനും അതിൻ്റെ അതായത് നമുക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു എവിഡൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിറ്റക്റ്റീവ് ഡൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അതായത് ഡിറ്റക്റ്റീവ് ഡൈസ് എന്താണെന്നുള്ളതാണ് ഡെഫിനിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ആർ സ്പെഷ്യലി സെലക്റ്റഡ് ഡൈസ് ഓർ കളർ ഫോമിംഗ് റിയാജൻസ് ദാറ്റ് പ്രൊഡ്യൂസ് എ വിസിബിൾ ഓർ മെഷറബിൾ ചേഞ്ച് വെൻ ദേ ഇൻട്രാക്ട് വിത്ത് എ ടാർഗറ്റ് സബ്സ്റ്റൻസ്. അതായത് സ്പെഷ്യലി മെയ്ഡ് കെമിക്കൽസ് ആണ്. ആ കെമിക്കൽസിൻ്റെ പ്രത്യേകത ദേ ഗേവ് എ മെഷറബിൾ ചേഞ്ച്. അത് ഒന്നുകിൽ ഒരു വിഷ്വൽ ചേഞ്ച് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇലുമിനേഷൻ ആകാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിഷ്വൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ചേഞ്ച് നമ്മളെ സാമ്പിൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ തരുന്നവരാണ് ആ കെമിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മളിത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ they provide rapid visual screening, help locate concealed traces and can support comparison or identification in laboratory work. അതായത് നമുക്ക് എല്ലാ സാമ്പിൾസൊന്നും പെട്ടെന്നൊരു എലമെൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ വിഷ്വലി നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു കേസിൽ നമുക്കൊരു സംശയമുണ്ട്, ഇന്ന സാമ്പിളിൽ ഇന്ന കമ്പോണൻറ്റ് ഉണ്ടെന്നുള്ളൊരു സംശയമുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഈ ഡിറ്റക്റ്റീവ് ഡൈസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ചില ക്രൈംസിലൊക്കെ കേട്ടിട്ടുണ്ടാകും നമ്മളെ ബയോളജിക്കൽ സ്റ്റെയിൻസിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ ഓയിൽസിൻ്റെ ഫാറ്റിൻ്റെ പ്രസൻസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഡിറ്റക്റ്റീവ് ഡൈസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഫോറൻസിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഒരു ഈവൻ എ സ്മാൾ ക്വാണ്ടിറ്റി ഓഫ് സാമ്പിളാണ് നമുക്കുള്ളത്, അതിൽ നിന്നാണ് നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിറ്റക്റ്റീവ് ഡൈസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇതിൻ്റെ മോഡ് ഓഫ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഇൻട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഫ്ലോയിൽ ഞാൻ പറയുന്നത്, ചാർട്ടിൽ ഞാൻ പറയുന്നത്. അതായത് നമ്മൾ ആദ്യം ഒരു ടാർഗറ്റിന് എടുക്കുന്നു, അതായത് നമ്മളെ ഫോറൻസിക് സാമ്പിൾ നമ്മൾ എടുക്കുന്നു. സാമ്പിളിനകത്തേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡൈ അപ്ലൈ ചെയ്യുന്നു. സ്യൂട്ടബിൾ എന്ന് പറയാൻ കാരണം നമ്മളുടെ സാമ്പിളിൻ്റെ നാച്ചർ അനുസരിച്ച് വേണം ഡൈ സെലക്ട് ചെയ്യാൻ. ദെൻ അതിനകത്ത് നടക്കുന്ന റിയാക്ഷൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നു. ആഫ്റ്റർ ദാറ്റ് നമ്മളൊരു ഇൻ്റർപ്രിട്ടേഷനിലെത്തുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു സ്യൂട്ടബിൾ ഡൈസ് നമ്മൾ യൂസ് ചെയ്യണമെന്ന്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പലതരത്തിലുള്ള ഡൈസ് ഉണ്ട്. ഫ്ലൂറസിൻ ഡൈസ് ഉണ്ട്, റിയാക്റ്റീവ് അല്ലെങ്കിൽ കളർ ഫോമിംഗ് ഡൈസ് ഉണ്ട്, ലിപ്പോഫിലിക് ഡൈസ് ഉണ്ട്, സർഫസ് ഓർ അഫിനിറ്റി ഡൈസ് ഉണ്ട്. അതിൽ ഫ്ലൂറസിൻ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they react with our samples and produce illumination അല്ലെങ്കിൽ ഫ്ലൂറസെൻറ്റ് റേസ് അത് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം നമ്മൾ അതിനെ ഒരു സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് വെച്ചാണ് അങ്ങനെയുള്ള ഡൈസിനെ നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ സാമ്പിളിൽ അങ്ങനെ ഡൈയുമായിട്ടൊരു ഇൻട്രാക്ഷൻ വന്ന് ഫ്ലൂറസെൻറ്റ് ഉണ്ടാകും എന്ന് നമുക്ക് മനസ്സിലായാൽ മാത്രമേ നമുക്ക് ഈ ഡൈ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ റിയാക്റ്റീവ് ഓർ കളർ ഫോമിംഗ് ഡൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ നമ്മളെ സാമ്പിളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കളർ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമുക്ക് വിഷ്വലി ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ലാബിൽ സ്പോട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ചില കളർ ചേഞ്ചിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഒരു ടൈട്രേഷൻ്റെ എൻഡ് പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കളർ ചേഞ്ച് വെച്ചിട്ടാണ്. അതുപോലെ ഒരു കളർ ചേഞ്ച് നമ്മളെ സാമ്പിളും ഡൈയും കൂടെ റിയാക്ട് ചെയ്ത് കിട്ടും. ആ തരത്തിലുള്ള ഡൈസാണ് കളർ ഫോമിംഗ് ഡൈസ് എന്ന് പറയുന്നത്. പിന്നെ ലിപ്പോഫിലിക് ഡൈസ്. These lipophilic dyes mainly used for the detection of oils, paints, അതായത് ഓർഗാനിക്
കമ്പോണൻസ്, ഫാറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ലിപ്പോഫിലിക് ഡൈസ് യൂസ് ചെയ്യുന്നത്. ദെൻ സർഫസ് ഓർ അഫിനിറ്റി ഡൈസ് മെയിൻലി യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ടൈപ്പ് ഓഫ് ഡൈസ് അഡ്സോർബ് ഓൺ എ സർഫസ് ഓർ അഡ്സോർബ് ഓൺ എ പെർട്ടിക്കുലർ മോളിക്യൂൾസ്. അതായത് ചില കമ്പോണൻസിൽ, ചില സർഫസിൽ, ചില മോളിക്യൂൾസിൻ്റെ മുകളിലൊക്കെ പോയിട്ട് അഡ്സോർബ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് കളർ ഫോം ചെയ്യും. ഓക്കെ, അപ്പം ഫോർ എക്സാമ്പിൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് ബയോളജിക്കൽ കമ്പോണൻസിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫോറൻസിക് അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഒരു ഡ്രസ്സ് വരികയും അവിടെ ബയോളജിക്കൽ സ്റ്റെയിൻസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുകയും വേണമെങ്കിൽ നമ്മൾ ഈ ഡൈസ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പം ബയോളജിക്കൽ സ്റ്റെയിൻസ് ഉള്ള ഏരിയാസ്, ബയോളജിക്കൽ കമ്പോണൻസ് ഉള്ള ഏരിയാസ് ഇത് ഹൈലൈറ്റ് ചെയ്യും. ഈ ഡൈ വന്നിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം അങ്ങനെ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, these are the classification of detective dyes. Then we move on to the common examples. അതായത് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഡൈസ് ആണ്. ഇതിൻ്റെ പേരൊക്കെ പഠിച്ചു വെക്കണം. അതിൽ ഒന്നാണ് റോഡമീൻ 5G അല്ലെങ്കിൽ 6G എന്നൊക്കെ പറയുന്നത്. റോഡമീൻ ഡൈസിൻ്റെ പ്രത്യേകത ദേ ആർ ഫ്ലൂറസെൻറ്റ് ഡൈസ്. അതായത് ദേ പ്രൊഡ്യൂസ് ഫ്ലൂറസെൻറ്റ് റേസ് വെൻ ദേ ഇൻട്രാക്ട് വിത്ത് ദ ടാർഗറ്റ് മെറ്റീരിയൽ. അനദർ എക്സാമ്പിൾ ഫ്ലൂറസെൻറ്റ് ഡൈസിൻ്റെ തന്നെ അനദർ എക്സാമ്പിളാണ് ഫ്ലൂറസീൻ എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇതൊക്കെ ഡൈസ് ആണ്. ദെൻ സുഡാൻ ഡൈസ് ദേ മെയിൻലി യൂസ്ഡ് ആസ് ലിപ്പോഫിലിക് ഡൈസ്. അതായത് ഫാറ്റ്സ്, ഓയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സുഡാൻ ഡൈസ്. ദെൻ നൈൽ റെഡ് ഡൈ എന്ന് പറയുന്നത് ഒരു ലിപ്പോഫിലിക് ഡൈയും ആണ്. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് എ ഫ്ലൂറസെൻറ്റ് ഡൈ. അതായത് ഫാറ്റ്സിനെയൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാം. എങ്ങനെ? ഫ്ലൂറസെൻസ് എമിറ്റ് ചെയ്യും. അതിനകത്ത് കൂടെ നമുക്കതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് നൈൽ റെഡ് ഡൈ എന്ന് പറയുന്നത്. ദെൻ ക്രിസ്റ്റൽ വയലറ്റ് ഡൈ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് എ സ്ട്രോങ് അഫിനിറ്റി ടു ദ ബയോളജിക്കൽ കമ്പോണൻസ്. അതായത് ഒരു അഫിനിറ്റി ഡൈ ആണ്, അല്ലെങ്കിൽ സർഫസ് ഡൈ ആണ്. ബയോളജിക്കൽ കമ്പോണൻറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ദെൻ മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്നത് ദേ റിയാക്ട് വിത്ത് അവർ ടാർഗറ്റ് ടു പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് കളേഴ്സ്. സോ കളർ പ്രൊഡ്യൂസിങ് ഡൈ ആണ്. വിഷ്വലി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈ കൂടെയാണ് മെത്തിലിൻ ബ്ലൂ ഡൈ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി മൂവ് ഓൺ ടു ദ പ്രിൻസിപ്പിൾ ഓഫ് ഡിറ്റക്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു. അതായത് പ്രിൻസിപ്പിൾ ഓഫ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഡൈ ആക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് നമ്മളൊരു ഒരു ടാർഗറ്റിന് നമ്മൾ കളക്ട് ചെയ്യും. ആ ടാർഗറ്റിലേക്ക് നമ്മളുടെ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ആ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ടാർഗറ്റിൻ്റെ നാച്ചുറും നമുക്കറിയണം, ഡൈയിൻ്റെ നാച്ചുറും അറിയണം. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡൈയെ ഇൻട്രാക്റ്റ് ചെയ്യാറുള്ളൂ. ദെൻ അതിൻ്റെ ഇൻട്രാക്ഷൻ നമ്മൾ മനസ്സിലാക്കണം. ഇൻട്രാക്ഷൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ നമുക്കത് ഇൻട്രാക്ഷൻ റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിനകത്ത് എന്ത് തരത്തിലുള്ള ഇൻട്രാക്ഷനാണ് നടന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ദെൻ അതിനെ ആ സിഗ്നൽസിനെ നമ്മൾ ഒബ്സർവ് ചെയ്തതിന് ശേഷം അതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നും അതിൽ നിന്ന് നമുക്ക് വന്ന കൺക്ലൂഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡോക്യുമെൻറ്റ് ചെയ്യുന്നു. ഇത്രയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്നതാണ്. ദെൻ അടുത്തത് മോഡ്സ് ഓഫ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ഡൈ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് പല രീതിയിൽ ടാർഗറ്റ് ഡൈ ഇൻട്രാക്ഷനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്ന് വിഷ്വൽ കളർ ചേഞ്ച് ആയിട്ട്, അതായത് നമുക്ക് ഒബ്സർവ് ചെയ്യാം കളർ ചേഞ്ച്. ടാർഗറ്റും ഡൈയും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ നടക്കാത്ത ഡൈയുടെ കളറും റിയാക്ഷൻ നടന്നതിന് ശേഷം ഇതിൻ്റെ കളറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മളെ ടാർഗറ്റ് കമ്പോണൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഒരു മോഡ് ഓഫ് ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അനദർ മോഡ് ഓഫ് ഡിറ്റക്ഷനാണ് ഫ്ലൂറസെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈസ് ആണെങ്കിൽ നമുക്ക് ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂറസെൻസിനെ അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ടാർഗറ്റ് കമ്പോണൻറ്റ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അനദർ മെത്തേഡാണ് ഇൻസ്ട്രുമെൻ്റൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൈനെ ടാർഗറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തതിന് ശേഷം അതിനെ പലതരത്തിലുള്ള ഇൻസ്ട്രുമെൻ്റൽ അനാലിസിസ് നടത്തുക. അത് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഫോറൻസിക് കെമിസ്ട്രി സെക്കൻഡ് പേപ്പറിൽ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നുണ്ട്. IR, UV, NMR അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് കുറേ പഠിക്കുന്നുണ്ട്. ഇപ്പം UV ഒക്കെ വെച്ചിട്ട് നമുക്കിതിനെ അനലൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇതാണ് ഇൻസ്ട്രുമെൻ്റൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എങ്ങനെയാണ് ഒരു ഫോറൻസിക് സയൻറ്റിസ്റ്റ് ഈ ഒരു കെമിക്കൽ അനാലിസിസ് നടത്തുന്നത്, ഡിറ്റക്ഷൻ ഡൈസ് യൂസ് ചെയ്ത് ഒരു അനാലിസിസ് നടത്തുന്നത് എന്നുള്ളതിൻ്റെ വർക്ക് ഫ്ലോയാണ് ഇത്.
അപ്പോൾ ആദ്യം നമ്മൾ സാമ്പിൾ എടുത്ത് ഒറ്റയടിക്ക് അങ്ങോട്ട് ഡൈ അപ്ലൈ ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ ആദ്യം സാമ്പിളിനെ കളക്ട് ചെയ്യുന്നു, അതായത് ക്രൈം സീൻ നടന്ന സ്ഥലത്ത് നിന്ന് സാമ്പിളിനെ കളക്ട് ചെയ്യുന്നു. ദെൻ അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. ഡോക്യുമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കൽ ഈ സാമ്പിൾ എടുത്തിട്ട് കംപ്ലീറ്റ് സാമ്പിൾ എടുത്തിട്ട് ഡൈസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ പ്രൂഫാണ് നശിച്ചു പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആദ്യം ഡോക്യുമെൻ്റ് ചെയ്യണം. ഡോക്യുമെൻ്റ് പലതരത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് ഒന്നുകിൽ ഇതിനെ ഫോട്ടോഗ്രാഫായിട്ടോ വീഡിയോഗ്രാഫായിട്ടോ ആ സാമ്പിളിനെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയെ പ്രിസർവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ അതിനെ റൈറ്റിംഗ് റിപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള റിപ്പോർട്ട് ഡോക്യുമെൻറ്റേഷൻ നമ്മൾ ആദ്യം ചെയ്യണം. അതിനുശേഷം നമ്മൾ ആ ടാർഗറ്റിൻ്റെ നാച്ചർ മനസ്സിലാക്കിയിട്ട് അതിനകത്തിൽ നിന്ന് എന്താണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. എലമെൻസിനെ ആണോ, ഫാറ്റ്സ് ആണോ, ഓയിൽസ് ആണോ, ബയോളജിക്കൽ കമ്പോണൻസ് ആണോ, എന്താണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡൈസ് നമ്മൾ അപ്ലൈ ചെയ്യുക. ഡൈസ് അപ്ലൈ ചെയ്യുന്ന സമയത്തും കെയർഫുൾ ആയിരിക്കണം. അതായത് ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഉണ്ടാവും ഡൈസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ലാബിലൊക്കെ ചെയ്യുന്നില്ലേ, അപ്പം നിങ്ങൾ പിപ്പറ്റ് ചെയ്യുക, അതേപോലെ ഓരോ മേക്കപ്പ് ചെയ്യുക, അങ്ങനെയുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ അനാലിസിസിലും ഡൈസിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഉണ്ടാകും. ചിലപ്പോൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു ഡൈ അപ്ലൈ ചെയ്യേണ്ടി വരും. ചിലപ്പം ഡൈസ് ഉണ്ടായതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ടേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടാവും, കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാൻ. ദെൻ അതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അവിടെ ഉണ്ടാകുന്ന ഇൻട്രാക്ഷനെ ഒബ്സർവ് ചെയ്യണം. അതായത് ടാർഗറ്റും ഡൈയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒബ്സർവ് ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നമ്മളതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്യണം. ആ ഒബ്സർവേഷനെ നമ്മൾ മനസ്സിലാക്കി, ഇത് കെമിസ്ട്രിക്കാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. നമ്മളതിനെ മനസ്സിലാക്കി അവിടെ ഈ റിയാക്ഷൻ നടന്നത് ഇന്ന കാരണം കൊണ്ടാണ്, അതുകൊണ്ടാണ് ഇന്ന ചേഞ്ച് അവിടെ സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മളതിനെ ഇൻ്റർപ്രിറ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യണം. ഇതാണ് അതിൻ്റെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോറൻസിക് ആപ്ലിക്കേഷൻ. ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് 2-3 ആപ്ലിക്കേഷൻ എടുത്ത് പറഞ്ഞ് പഠിക്കാനുണ്ട്. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് ഈ സ്ലൈഡിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ട്രേസ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാമ്പിളിനകത്തുള്ള ഏറ്റവും മിനിമം ക്വാണ്ടിറ്റി അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള എലമെൻറ്റ് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റക്റ്റീവ് ഡൈസ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഡോക്യുമെൻറ്റ് എക്സാമിനേഷൻ. അതായത് നമ്മളൊരു പ്രൂഫ് ഒരു ഫോറൻസിക് സയൻറ്റിഫിക് ഓഫീസർ തയ്യാറാക്കിയ ഒരു ഡോക്യുമെൻറ്റ് അത് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് അതിനകത്ത് എന്തെങ്കിലും മാൽ പ്രാക്ടീസസ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഡൈസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു പെന്ന് വെച്ചായിരിക്കും എഴുതിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇങ്ക് വെച്ചായിരിക്കും അതിനകത്ത് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ ഇങ്കിലും വീണ്ടും ചില സ്ഥലങ്ങളിൽ ചില മാറ്റം വന്നു എന്ന് പറയുമ്പോൾ അവിടെയും വന്ന ഇങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാം. എന്നിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റും. അതുപോലെ ബയോളജിക്കൽ സ്റ്റെയിൻസ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ബയോളജിക്കൽ സ്റ്റെയിൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ്റെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഫാറ്റാണോ ഓയിലാണോ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ പോയ്സൺസ് കലർന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾസൊക്കെ നമുക്ക് ഡൈസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഒരു ക്രൈം സീനിൽ ചെന്നിട്ട് നമുക്ക് ആ ക്രൈം സീനിൽ ചിലപ്പം ഒരു പ്രൂഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഡാർക്ക് സ്പേസിലുള്ള ഒരു ക്രൈം സീൻ നമുക്ക് അനലൈസ് ചെയ്യണം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഫ്ലൂറസിൻ ഡൈസ് ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുപോലെ ലബോറട്ടറി സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റാപ്പിഡായിട്ട് പെട്ടെന്നൊരു അനാലിസിസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് വലിയ ഇൻസ്ട്രുമെൻ്റ് പ്രവർത്തിപ്പിച്ച് ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനേക്കാൾ ഉപരി പെട്ടെന്ന് നമ്മുടെ സാമ്പിളിൽ നിന്ന് അനലൈസ് ചെയ്ത് ഇന്നത് കമ്പോണൻ്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഡിറ്റക്റ്റീവ് ഡൈസ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും പ്രിക്കോഷൻസും എടുക്കേണ്ടതും. അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പെട്ടെന്ന് തന്നെ നമുക്കൊരു അനാലിസിസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഈസിയാണ്, ഒബ്സർവബിൾ ആണ്, അതുകൊണ്ട് ഈസിയാണ്. പിന്നെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസും ഡിറ്റക്റ്റീവ് ഡൈസിനുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. പക്ഷേ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കെമിസ്ട്രി ലാബ് ചെയ്യുമ്പോഴും നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ നടന്നാൽ കുറേ നേരം അതിനെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ചില റിയാക്ഷൻസ് സ്റ്റേബിൾ ആയിരിക്കും, ചില റിയാക്ഷൻസ് സ്റ്റേബിൾ ആകണം എന്നില്ല. റിയാക്ഷൻ നടന്നു, അത് തീർന്നു. അപ്പോൾ ആ ഒരു ഒബ്സർവേഷൻ ആ ഒരു മൈന്യൂട്ട് സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എങ്കിൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല. അതുപോലെ
എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ചൂട് കൂടുന്നതിനനുസരിച്ച് തണുപ്പ് കൂടുന്നതിനനുസരിച്ചൊക്കെ നമുക്ക് കിട്ടുന്ന റിസൾട്ടിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡൈസിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ചും ചിലപ്പം വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് നമുക്ക് ഈ ഡിറ്റക്റ്റീവ് ഡൈസ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പോസിറ്റീവ് റിസൾട്ടും കിട്ടാം, നെഗറ്റീവ് റിസൾട്ടും കിട്ടാം, ഡിപ്പെൻഡിങ് ഓൺ ദ കണ്ടീഷൻസ്. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇതിനെടുക്കേണ്ട പ്രിക്കോഷൻസ് ഇത്രയാണ്. നമ്മൾ ഓൾറെഡി നമ്മളെ ടാർഗറ്റിൻ്റെ നാച്ചറിനെ പറ്റിയും ഡൈസിൻ്റെ നാച്ചറിനെ പറ്റിയും നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ കണ്ടീഷൻസ്, എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ, ഏത് കണ്ടീഷനിലാണ് ഏറ്റവും സ്റ്റേബിളായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എത്ര കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇതിൻ്റെ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ നന്നായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കേട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ നോട്ട്സ് എഴുതി എനിക്ക് അയച്ചു തരണം. അത് ഇന്ന് തന്നെ എനിക്ക് അയച്ചു തരണം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന വാട്ട് ആർ ഡിറ്റക്റ്റീവ് ഡൈസ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡിറ്റക്റ്റീവ് ഡൈസ് ഇൻ ഫോറൻസിക് ഫീൽഡ്? സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിറ്റക്റ്റീവ് ഡൈസ് വിത്ത് എക്സാമ്പിൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ, explain the principle of detection. Fifth question, explain the mode of detection using detective dice. Explain the workflow of detection of target by using dice. Then application, ഇത് ഓൾറെഡി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുന്നുണ്ട്, എന്നാലും explain the forensic application, explain the advantages and limitations of ഡിറ്റക്റ്റീവ് ഡൈസ്. ഓരോ സ്ലൈഡും ഓരോ ക്വസ്റ്റ്യനാണ്. ഇത് എഴുതിയിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇന്ന് തന്നെ ക്വസ്റ്റ്യൻ എഴുതി ആൻസർ എഴുതി റിപ്പോർട്ട് ചെയ്യണം. നാളെ മോർണിംഗ് വരെ ഞാൻ സമയം തരാം.